എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. വെളുപ്പം കാലത്തൊന്നുമല്ല ഗുഡ് മോർണിംഗ് പറയണത്. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര നേരത്തെ എഴുന്നേക്കണത്. നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ എപ്പോഴും വൈകി തന്നെയാണ് എഴുന്നേക്കാറ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണ് തുറയാത്ത പോലെ അന്ന് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ ഓർത്തേ, സാധാരണ എൻ്റെ നെറുകയിൽ മുടി കെട്ടി വെച്ചാണല്ലോ എല്ലാവരും കാണാറ് തന്നെ. എപ്പോഴും നെറുകയിൽ മുടി കെട്ടി വെച്ച് തന്നെ. അപ്പം ഞാൻ ഓർത്തൊരു മാറ്റം വരുത്തിയാല, മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടാല. പക്ഷെ ചൂട് കാരണം ഇപ്പം തന്നെ ഞാൻ നെറുകയിലോട്ട് കെട്ടും. എന്നാലും ഞാനപ്പോൾ ക്യാമറയിൽ നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു വ്യത്യാസം. കൊള്ളാം, ഒന്ന് മേനെയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നെറുകയിൽ കെട്ടുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്നോട് കളിയാക്കാറുണ്ട്. നെറുകയിൽ കെട്ടുമ്പോൾ പണ്ടത്തെ അമ്മാമ്മമാരുടെ പോലെ മുടി എപ്പോഴും താഴോട്ട് കെട്ടാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കെട്ടി ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോലെയാണ്. നമ്മൾ ഞായറാഴ്ച നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓർത്ത് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ രാവിലത്തെയും പിന്നെ കുറച്ച് അല്ലറച്ചില്ലറ വിശേഷങ്ങളും നമുക്ക് എല്ലാവർക്കും കണ്ടാലാ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. ചൂടൊക്കെ കൂടിക്കൂടി വരെയാണ്. എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് അധികം വെയിലത്തോട്ട് പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്കിപ്പോൾ മഴയും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ കുഞ്ഞോടെ അടുത്ത് പോകാമെന്നൊക്കെ വിചാരിച്ച് റെഡിയായൊക്കെ നിന്നാണ്. പക്ഷെ മഴ കാരണം പോകാൻ പറ്റിയില്ല. ചെറുക്കനാണെങ്കിൽ അവിടെ കണ്ണും പൊട്ടൊക്കെ എഴുതി ഭയങ്കര ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും കുഞ്ഞുമാവനെയും കൂടി കാണാൻ പോവാം. അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള അങ്ങനെ ഒന്നുമില്ല. വന്നെടുത്ത് വെച്ച് നമുക്ക് ഒരേ കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടോ. സുധപ്പന എഴുന്നേറ്റിട്ടില്ല, സുഞ്ചേട്ടൻ വന്നിട്ടില്ല. സുഞ്ചേട്ടൻ ഇന്ന് വരും, ഉച്ചിരിഞ്ഞ് വരും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിലോട്ട് പോവാം. വാ. എന്നാൽ പിന്നെ നമുക്ക് നേരെ തന്നെ മോളിൽ പോയിട്ട് മോളിൽ നിന്ന് അടിച്ചു വാരി തൂത്തൊക്കെ വരാം. ശരിക്കും ഒരു ഞായറാഴ്ച ഫീലിലുള്ള പണികളാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. മൊത്തത്തിൽ ചവറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലും ടെറസിലും കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കാരണം ഇപ്പോൾ മഴ വന്നിട്ടുണ്ടല്ലോ വൈകുന്നേരം. അപ്പോൾ അതെല്ലാം താഴേക്ക് ഇട്ട് നമുക്കതെല്ലാം അങ്ങോട്ട് അടിച്ച് തൂത്തൊക്കെ കളയണം. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നാണ്ട് താഴോട്ട് വരെ മുട്ടിയിട്ടുണ്ടായിരുന്നു. അതുങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് ആക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അതേ നമ്മുടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധപ്പൻ എനിക്ക് മുകളിൽ അതും ഇതൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അടുത്ത് മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്ത് പിറക്കിയതിന് ശേഷം നമുക്ക് അടുക്കളയിലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. എന്തായാലും അടിച്ച് തൂത്തുവാരി ഇടുമ്പോഴേക്കും സുധപ്പനാണെങ്കിൽ ഇന്നലെ മുതൽ ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് ആയല്ല സുധു ജയിച്ച കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുധുവിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധപ്പൻ 9ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗിൽ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന റെയിൻ കോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തുനിന്ന് ഇട്ടിട്ടുണ്ട്, വെയിലത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കണം. ഇനി എപ്പോൾ വേണമെങ്കിലും മഴ വരാമല്ല. അപ്പോൾ പിന്നെ അതും ചെയ്തതിന് ശേഷം നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ വന്നത്. അടുക്കളയിൽ വന്നിട്ട് വേഗം തന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് കറിക്കുള്ള മീൻ കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ ഞാൻ വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം വെട്ടിയ മീനൊന്നുമല്ല മേടിച്ചത്, ചാളയും മാന്തലുമാണ് മേടിച്ചത്. അപ്പോൾ പിന്നെ അതിനെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ സേമിയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേരുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. ആ വീഡിയോസിൽ അവരൊക്കെ ഇങ്ങനെ സേമിയോടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി, അങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത്. അത്ര അറിയാനൊന്നും പാടില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. അങ്ങനെ വേഗം തന്നെ ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് വാർക്കാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചോറ് ഒരു ദിവസത്തേക്ക് പുറത്തടുപ്പിൽ വെച്ചിട്ട് 2 ദിവസത്തേക്ക് ഉപയോഗിക്കും കേട്ടോ. അല്ലാതെ അന്നന്ന് വെക്കൂല. നല്ലരി ആണെങ്കിൽ, റേഷനരി ആണെങ്കിൽ നമ്മൾ അന്നന്ന് വെക്കുള്ളൂ കേട്ടോ. അത് പിന്നെ തിളപ്പിച്ച് ഊറ്റാനായിട്ട് ഊറ്റിയാൽ ശരിയാവില്ല. അപ്പോൾ നോക്കിയപ്പോൾ ക്യാരറ്റും ബീൻസും ഇല്ല. പിന്നെ വേഗം അപ്പുറം അമ്മയുടെ അടുത്ത് പോയിട്ട് വേഗം ക്യാരറ്റും ബീൻസും ഒക്കെ മേടിച്ച് എന്നിട്ട് നമുക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയിരിക്കണത്. വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇനി മീൻകറിയൊക്കെ വെക്കാനുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് കൂടി സുധപ്പനാണെങ്കിൽ ഒരേ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവേ പുറത്ത് മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചോപ്പറിലിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോപ്പറിനേക്കാളും കുറച്ചും കൂടി കയ്യിൽ ഇങ്ങനെ വെച്ച് അരിയണതാണ് കുറച്ചും കൂടി ഇഷ്ടം. ചോപ്പറിൽ അധികം സാധനങ്ങളുള്ള അരിയണതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ വേഗം ചട്ടിയൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിക്കുമെന്നാവോ ഇതിൽ? ഞാൻ വീഡിയോ കാണുന്നവർ പലരും പല രീതിയിലാണ് ചെയ്യാറ്. കുറച്ചൊക്കെ ഞാൻ അവരെ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവർ
വരെ നമ്മൾ അനുകരിച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് കേട്ടോ ഞാൻ. അപ്പം എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായിട്ട് തോന്നി. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിച്ച് നോക്കണം. സുതപ്പനാണെങ്കിൽ ഇങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഇടുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ക്യാരറ്റും ബീൻസും ഒക്കെ അല്ലേ, നല്ലതല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്ത് ഇതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിപ്പോൾ നമ്മളൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിക്കൊണ്ട് വേഗം തന്നെ അത് ചെയ്യണേണ്ട. വേഗം പെരയൊക്കെ അടിച്ച് തൂത്തിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വേണം, പണികൾ ഇഷ്ടംമാതിരി ചെയ്യാനുണ്ട്. ഇന്ന് നന്നായിട്ടൊരു ഒതുക്കിപ്പെറുക്കൽ ചെയ്യാനുണ്ട്. ഒരാഴ്ചയായി ആഴ്ചയിലാണ് നമ്മൾ ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പം നമ്മുടെ ആ കഴിഞ്ഞ ആഴ്ച എന്താണ് ചെയ്യാൻ പറ്റാതിരുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ആദ്യം എന്തായാലും ഈ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഇടാമെന്ന് കരുതി. അങ്ങനെ വേഗം നല്ലതായിട്ട് മുട്ട നന്നായിട്ട് ചിക്കി അങ്ങോട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചിക്കി ശരിയാക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സെറ്റാവുമെന്നാണ് ഞാൻ വിചാരിക്കണം. പിന്നെ നമുക്ക് പുറത്താണെങ്കിൽ മഴക്കാലം വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഈ തോടൊക്കെ വെട്ടിക്കയറ്റുക എന്നുള്ള പരിപാടികളൊക്കെ നമ്മുടെ പുറത്ത് നടക്കണ്ട. അപ്പോൾ ഒരു ചേട്ടൻ പണിക്കുണ്ടട്ടെ എന്നപ്പോൾ ആ ചേട്ടന് വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, നല്ല ചൂടല്ലേ. അപ്പോൾ അതേ ആ കൊത്തിപ്പൊരിച്ച സംഭവം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് പിന്നെ സേമിയവും ഇട്ട്, സേമിയ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം. പിന്നെ മുട്ട ഇടാതെ നമുക്ക് സുനിച്ചേട്ടനെയും ചെയ്ത് കൊടുക്കണം, പച്ചക്കറി മാത്രം ഇട്ടിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ സുതപ്പനാണെങ്കിൽ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ദേ ചെറുക്കൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊരു 10-11 മണി കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ വേഗം ഒതുക്കണം. സുധുവിനെ വിട്ടതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിലോട്ട് വന്നപ്പോഴേക്കും മീൻ്റെ ഐസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഇട്ടിട്ട് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുളക് കറിയും പിന്നെ നമ്മുടെ ബീൻസും അച്ചിങ്ങയും. ഈ ബീൻസും അച്ചിങ്ങയും ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ബീൻസല്ല, അച്ചിങ്ങയും ക്യാരറ്റും പറഞ്ഞത് മാറിപ്പോയിട്ടാ. അത് രണ്ടും കൂടി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഇട്ട് ഒലത്തണത്. അപ്പോൾ അങ്ങനെ കൊലത്തിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ചോറ് തിളപ്പിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചാളയാണെങ്കിൽ വറക്കാനായിട്ട് പെരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പെരയൊക്കൊന്ന് തൂത്തുവാരിയിട്ടുണ്ടായി. തുടച്ചൊക്കെ ഇടാന്ന് കരുതിക്കൊണ്ട് എല്ലായിടവും തുടച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഇന്ന് നല്ലതായിട്ട് തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പുതിയ നമ്മുടെ ഒരു തുടക്കണ മെഷീൻ മേടിച്ചിട്ടുണ്ടല്ലോ, മെഷീനല്ല ആ മറ്റേ ആ പ്രസ് ചെയ്യുന്ന സംഭവം, അത് വെച്ച് ഞാനിങ്ങനെ വെറുതെ ഓടിച്ച് തുടക്കുള്ളൂ കേട്ടോ. ഇത്രയും ഭംഗിയായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഭംഗിയായിട്ട് തുടക്കാറില്ല. അപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ ഓഫീസിലിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സ്പോഞ്ചിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്പോഞ്ച് ഞാൻ മേടിച്ചിട്ട് മുമ്പേ ഞാൻ ചെയ്തപ്പോൾ നല്ല ക്ലീനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സെറ്റിയൊക്കെ ഇടുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ അവിടെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനപ്പുറത്ത് അതെന്തായാലും ഒന്ന് ഉരച്ച് വൃത്തിയാക്കി നോക്കാമെന്ന് കരുതി. സംഭവം നല്ലതാണ്, പക്ഷേ ഈ ഒത്തിരി കറ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വൃത്തിയാവാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. ആ പെയിൻറ്റും കൂടി ഉൾപ്പെടെ പോകും. നമ്മുടെ പെയിൻ്റ് ആണെങ്കിൽ അകത്തെ പെയിൻറ്റ് അത്ര നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ പെയിൻറ്റും കൂടെ പോരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്കിനി അത് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും ടച്ചപ്പ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം സുനിച്ചേട്ടൻ പറയണത് കേട്ടതുകൊണ്ട് ഞാനൊന്ന് ക്ലീനാക്കി നോക്കിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റോടിയും കാര്യങ്ങളൊക്കെ, മുറ്റമൊക്കെ അടിക്കാൻ ഒത്തിരി വൈകിയാണെന്ന് മുറ്റമൊക്കെ അടിച്ചത്. മുറ്റോടിയും ഒതുക്കലും പെറുക്കലും തുണി വിരിക്കലും വാഷിംഗ് മെഷീനിലുണ്ടായിരുന്നത് വിരിക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു പപ്പടക്കറിയും കൂടി വെക്കാമെന്ന് കരുതി. അങ്ങനെ പപ്പടക്കറിയും വെച്ച് വേഗം തന്നെ ഒരു ജ്യൂസും അടിച്ചു വെച്ചു. ചേട്ടൻ വെയിലത്ത് നല്ല ചൂടത്തായിരിക്കുമല്ലോ വന്നത്. വെയിലിപ്പോൾ ആയിട്ടുണ്ട്, രാവിലെ നല്ല മഴക്കാരായിരുന്നെങ്കിൽ. നമ്മുടെ ജോലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വിശ്രമത്തിനൊക്കെ ശേഷം അധികം നേരം വിശ്രമിക്കാൻ നേരം കിട്ടിയില്ല, കാരണം കുറേ പണി ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി. നമ്മൾ ചേട്ടനാണെങ്കിൽ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേട്ടന് കുറച്ച് തിരക്കായതുകൊണ്ട് ഇനി വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോൾ ആരെയും കാത്തിരിക്കാനില്ലല്ലോ, വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. വിശക്കുണ്ട് നന്നായിട്ട്, നല്ല പണിയൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവുമല്ലോ. അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ സംഭവങ്ങളും നമ്മുടെ സുതപ്പനും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സുതപ്പൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. സുധു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ പണി തീരാതായപ്പോഴേക്കും പുള്ളിക്കാരൻ വേഗം തന്നെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്ത് ഇല്ല. പക്ഷെ ഞാനിങ്ങനെ പയ്യെ എല്ലാനും അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ടാണ്, സാധാരണ അകത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് കയറുന്നത്. ഇപ്പൊ അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ട്, അതെ, അടുക്കളയിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ
പുറത്തേക്ക് ഇറങ്ങിയത്. മുറ്റമടിച്ചതൊക്കെ 11-12 മണിയായപ്പോഴാണ് മുറ്റടിയൊക്കെ നടന്നത്. എല്ലാം അത് കാരണം ഭംഗിയായിട്ട് കഴിഞ്ഞേട്ടാ. അപ്പൊ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാൻ എടുത്താലാ? കഴിക്കാൻ എടുത്തിട്ട് ഞാൻ വെച്ചേക്കണ കറികളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റർ സുഖമാണ്. കാരണം ചേട്ടൻ വരുമ്പോ ഇനി വൈകുന്നേരം എന്തായാലും ചോറ് കഴിക്കാതിരിക്കൂല. എന്നാലും കഴിക്കുന്ന സമയത്ത് ഇനി ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. അതൊന്നും ചേട്ടനോട് നമുക്ക് പിന്നെ ചോദിക്കാം. എന്നാലും ഞങ്ങൾ ഇനി ഒന്ന് കഴിക്കാം അല്ലേ? വിശക്കുണ്ട്, നന്നായിട്ട് വിശക്കുണ്ട്. മീൻകറി മീൻ വറുത്തതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇത്. പിന്നെ നമ്മുടെ കറികൾ കാണിച്ചു തരവാ. അതേ നമ്മുടെ ചോറും കറികളൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറ് നമ്മുടെ അച്ചിങ്ങയും ക്യാരറ്റ്, പപ്പടം, മീൻ വറുത്തത്, മീൻകറി, ഉരുളക്കിഴങ്ങും പപ്പടം. അപ്പൊ കഴിച്ചാലാ? കഴിക്കാം. കഴിച്ചോ. ഇങ്ങനെ നിറയെ കറികൾ കാണുമ്പോ അല്ലേ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു പിടുത്തം കിട്ടാ. മീൻകറി സക്സസ്. ഇനി ഒരേ കറികൾ സക്സസ് ആണോ നോക്കൂ. അതാണാ എല്ലാരും സക്സസ് ആണോ നോക്കണേട്ടാ. സുധുവിനൊന്നും സക്സസ് അല്ലാത്തത് ഉണ്ടാവില്ല. ചെലപ്പോ പപ്പടവും ഇതും ചെലപ്പോ സക്സസ് ആവണമെന്നില്ല. കുറച്ച് വേവാനുണ്ട്, അത് മാത്രമേ കുഴപ്പം. ബാക്കി എല്ലാം കുറച്ച് പൊടികളും കൂടി കുറച്ച് ഇടാനുണ്ട്. പക്ഷെ ചേട്ടൻ ഈ മസാലകളൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. ആയുർവേദ മരുന്ന് കഴിക്കണോണ്ട് മസാലകൾ കഴിക്കാൻ പറ്റാത്തോണ്ടാണ് ചേട്ടൻ ഇത്തിരി ഇതായിട്ട് ഇത് വെച്ചേക്കണത്. വേവല് പിന്നെ കുഴപ്പമുണ്ടായില്ല. വേവല് അത്രല്ല, നമ്മ എപ്പോഴും നല്ലോണം വേവിക്കണില്ല. ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ ചോറ് കൂട്ടി ഒരു പിടുത്തം പിടിച്ചാ അടിപൊളിയായിരിക്കും. വിശന്നിരുന്നിരുന്ന് ഇരിക്കായിരുന്നല്ലേ. ഒന്നാമത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സുധുനോട് പറഞ്ഞു എന്തേലും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് നൈസായിട്ട് കഴിച്ച് എന്നോട് വേണമെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, ആ മരം കൊത്തിയാണെങ്കിൽ മുകളിലത്തെ മറ്റേ ജനലിന്റെ അവിടെ നിന്ന് കൊത്തിക്കൊണ്ടിരിക്കും. മരം കൊത്തി ഇങ്ങനെ വന്ന് കൊത്തി ജനലിൽ നിന്ന് കുത്തി പൊളിക്കുമെന്ന് കുറച്ചാളായിട്ടുണ്ടായില്ല, ഇപ്പൊ വീണ്ടും. അതെ, പകലൊന്നും നമ്മളില്ലാത്ത കാരണം ചിലപ്പോ അറിയാത്തായിരിക്കും. അച്ഛനുള്ളപ്പോ ഞാനുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടാ. എന്നിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനല് ഒന്ന് ഫോളോ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്താം. അതെ. അപ്പൊ നമുക്കിനി അടുത്ത് നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ.